ADGP MR അജിത് കുമാറിനെ മാറ്റുന്നതിൽ നിലപാട് കടുപ്പിക്കുകയാണ് CPI. തിങ്കളാഴ്ചയ്ക്കകം തീരുമാനമുണ്ടാകണമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. മന്ത്രിസഭാ ഉപസമിതി യോഗത്തിലാണ് മന്ത്രി കെ രാജൻ ആവശ്യമുന്നയിച്ചത്. RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി ADGPയോട് തെല്ലും വിട്ടുവീഴ്ചയില്ലെന്നും മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, CPI നിലപാട് കടുപ്പിക്കുകയാണ്. ക്രമസമാധാന ചുമതലയിൽ ADGPയുമായി 7-ാം തീയതി നിയമസഭാ സമ്മേളനം തുടരുമ്പോൾ എത്തുക ബുദ്ധിമുട്ടാണെന്ന് CPIക്കും അറിയാം. ഈ വിഷയം സഭയിൽ പ്രതിപക്ഷം ഒരു വലിയ വിഷയമായി തന്നെ ഉയർത്തുകയും ചെയ്യും. ആ ഘട്ടത്തിൽ CPIക്ക് ADGP പിന്തുണയ്ക്കാനാവില്ല. അതുകൊണ്ട് തന്നെ സാങ്കേതികമായാണെങ്കിൽ പോലും ക്രമസമാധാന ചുമതലയിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ശനി ഞായർ ദിവസങ്ങൾക്കുള്ളിൽ MR അജിത് കുമാറിനെ മാറ്റണം എന്നതാണോ CPIയുടെ നിലപാട്? അരുൺ, ADGP RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച വിവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്നതിന് ഒരു സമയപരിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ CPI. ഇന്നലെ മുഖ്യമന്ത്രി കൂടി പങ്കെടുത്ത മന്ത്രിസഭാ ഉപസമിതി യോഗത്തിലാണ് CPIയുടെ നിയമസഭാ കക്ഷി നേതാവ് കൂടിയായ റവന്യൂ മന്ത്രി കെ രാജൻ നിലപാട് ശക്തമാക്കിയത്. അതായത് ഈ MR അജിത് കുമാറിനെ തിങ്കളാഴ്ചയ്ക്കകം ADGP ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ ശക്തമായ ഒരു നിലപാടെടുക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പാണ് CPI നേതൃത്വം നൽകിയിരിക്കുന്നത്. കാരണം നിയമസഭയിൽ നേരത്തെ അരുൺ സൂചിപ്പിച്ച പോലെ സഭാതലത്തിൽ തിങ്കളാഴ്ച മുതൽ മറ്റ് പൊതു രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർന്നു വരും. അപ്പോൾ ആ ഘട്ടത്തിൽ അതിനു മുമ്പ് തീരുമാനമുണ്ടാകാതെ പറ്റില്ല. അല്ലെങ്കിൽ CPIക്ക് സഭയ്ക്കകത്തും മറ്റൊരു നിലപാടെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. അത്തരമൊരു സ്ഥിതിവിശേഷം ഉണ്ടാകാൻ അനുവദിക്കരുത്. അതുകൊണ്ട് തിങ്കളാഴ്ചയ്ക്ക് മുമ്പ് തീരുമാനം വേണം. സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൻ്റെ കാലാവധി കഴിയുകയാണ്. അതുകൊണ്ട് ഏറ്റവും ശക്തമായ ഒരു തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് കെ രാജൻ ആവശ്യപ്പെട്ടത്. CPIയുടെ നിലപാട് വളരെ ശക്തമായി തന്നെ രാജൻ ഈ മന്ത്രിസഭാ ഉപസമിതി യോഗത്തിൽ ഉന്നയിക്കുകയും ചെയ്തു. മാത്രമല്ല, ബിനോയ് വിശ്വത്തിന് മുഖ്യമന്ത്രി ഉറപ്പ് കൊടുത്തു എന്നല്ല ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? CPIയുടെ എക്സിക്യൂട്ടീവിൽ ബിനോയ് വിശ്വം വളരെ കോൺഫിഡൻസോടു കൂടിയാണ് ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റുമെന്ന് പറഞ്ഞതായി നമ്മൾ അറിയുന്നത്, അല്ലേ സുജിത്? ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ മാറ്റും, ആ കാര്യത്തിൽ തനിക്ക് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇന്നലെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ബിനോയ് വിശ്വം റിപ്പോർട്ട് ചെയ്തത്. അത് മുഖ്യമന്ത്രിയിൽ നിന്ന് ലഭിക്കുന്ന ഉറപ്പാണ്. നേരത്തെ LDF യോഗത്തിലും ഒപ്പം തന്നെ അതിനു മുമ്പും പിൻപ് നടന്ന CPM ഉപേക്ഷ ചർച്ചയിലുമൊക്കെ ഈ ഉറപ്പ് CPIക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഈ ഉറപ്പിൽ മാത്രം വിശ്വസിച്ചിരിക്കുകയല്ല, ബാഹ്യസമ്മർദ്ദം കൂടി, രാഷ്ട്രീയ സമ്മർദ്ദം കൂടി ഇതിനൊപ്പം സമാന്തരമായി ശക്തമാക്കാനാണ് CPIയുടെ തീരുമാനം. അതുകൊണ്ടാണ് ഒരേ സമയം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും മന്ത്രിസഭയിലെ ഒന്നാമനായ CPI മന്ത്രിമാരിൽ ഒന്നാമനായ നിയമസഭാ കക്ഷി നേതാവ് കെ രാജനും സമ്മർദ്ദം കടുപ്പിക്കുന്നത്. ഈ നിലപാട് മന്ത്രിമാരും രാഷ്ട്രീയ നേതൃത്വവും ഒരുമിച്ച് ഉന്നയിക്കുന്നതോടെ CPI വിട്ടുവീഴ്ചയില്ലാത്തൊരു സമീപനത്തിലേക്ക് പോകുന്നുവെന്ന ഒരു ധാരണ CPM നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കും നൽകുകയാണ്. അതുകൊണ്ട് നടപടി അനിവാര്യമാണ്. നടപടി കൂടിയേ തീരൂ. നടപടിയല്ലാതെ ഒരു കാര്യത്തോടും CPIക്ക് യോജിപ്പില്ല എന്ന കാര്യമാണ് CPI നേതൃത്വം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ശ്രീജിത്തെ. ഈ ടൈം ലൈൻ, ഒരു ഡെഡ് ലൈൻ കൊടുത്തിരിക്കുകയാണ്. എന്തായാലും മുഖ്യമന്ത്രിക്ക് CPI നിലപാട് കടുപ്പിക്കുകയാണ്. പ്രേക്ഷകർക്കറിയാമല്ലോ, പ്രകാശ് ബാബു എന്താണ് ജനയുഗത്തിൽ എഴുതിയത്? ഇടതുമുന്നണിയിൽ ഇപ്പോൾ അവശേഷിക്കുന്ന 2 പാർട്ടികൾ CPIയും CPMുമാണല്ലോ എന്നാണ് പ്രകാശ് ബാബു കുറിച്ചു തുടങ്ങിയത്. എന്ന് പറഞ്ഞാൽ CPM ചില സമയങ്ങളിലെങ്കിലും ഇടതുമൂല്യത്തിൽ നിന്ന് പിന്നിലേക്ക് പോകുന്നുണ്ടോ? വലിയ രാഷ്ട്രീയ വിമർശനമാണെന്ന് പ്രകാശ് ബാബു ഉയർത്തിയത്. അതിൽ ഒരു രാഷ്ട്രീയ പരിഹാരമാണ് വേണ്ടതെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള ഒരു ഭരണപരമായ നടപടി എന്ന നിലയിലാണ് അതിനെ സമീപിച്ചത്. ഇത് തമ്മിലുള്ള വ്യത്യാസം. CPI ആവശ്യപ്പെടുന്ന രാഷ്ട്രീയ പരിഹാരം, മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്നത് ഭരണപരമായിട്ടുള്ള ഒരു നടപടി. ഇതിൽ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്നതനുസരിച്ച് ഉള്ള അന്വേഷണം നടന്നു. ഒരു റിപ്പോർട്ട് കയ്യിൽ കിട്ടി, അടുത്ത കയ്യിൽ കിട്ടാൻ പോകുന്നു. ഒരു റിപ്പോർട്ട് ഇനിയിപ്പോൾ വരാൻ പോകുന്നു. അതിനിടയിലാണ് നടപടി നമ്മൾ പ്രതീക്ഷിക്കുന്നത്.